നമ്മളൊരു 3 ഇയേഴ്സ് ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് ഒരു 3 മന്ത്സ് കൊണ്ട് തരാൻ പറ്റി എന്നുള്ളത്. ജേർണലിസ്റ്റുകൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ജേർണലിസം കഴിഞ്ഞാൽ PR ആണ്. ഇപ്പോൾ പബ്ലിക് റിലേഷൻ ചെയ്യാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ വേൾഡിനെ ഒഴിച്ചു നിർത്തിയിട്ടൊരു പബ്ലിക് റിലേഷൻ സാധ്യമല്ല. ഞാൻ പ്രൊഫഷണലി ഞാനൊരു ജേർണലിസ്റ്റാണ്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് മാതൃഭൂമി ന്യൂസിലായിരുന്നു. ദെൻ അവിടെ നിന്ന് ഞാൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ PRDയിലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് എഡിറ്ററായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തത്. കാരണം ജേർണലിസ്റ്റുകൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ജേർണലിസം കഴിഞ്ഞാൽ PR ആണ്. ഇപ്പോൾ പബ്ലിക് റിലേഷൻ ചെയ്യാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ വേൾഡിനെ ഒഴിച്ചു നിർത്തിയിട്ടൊരു പബ്ലിക് റിലേഷൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പബ്ലിക് റിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് ഓൺലൈൻ മാർക്കറ്റിനെ കുറിച്ചും ഓൺലൈൻ മീഡിയയെക്കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് എത്തപ്പെട്ടത്. CDA ചൂസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലീഡിങ് ആയിട്ട് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ മുന്നിലേക്ക് ഓപ്ഷൻ വന്ന CDA ആയിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ കുറച്ച് മാറി നിന്നൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ കോഴ്സിലേക്ക് വന്നത്. ആദ്യം ഞാൻ ഓൺലൈനായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഓഫ്ലൈൻ കോഴ്സിലേക്ക് വന്നത് അങ്ങനെയാണ്. നമ്മളൊരു 3 ഇയേഴ്സ് ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് ഒരു 3 മന്ത്സ് കൊണ്ട് തരാൻ പറ്റി എന്നുള്ളത്. ആ ഒരു ക്യാമ്പസ് എക്സ്പീരിയൻസ് സീരിയസ്ലി ഞാൻ ഒത്തിരി നാൾ മുമ്പ് പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്യാമ്പസ് എക്സ്പീരിയൻസ് ഇന്നത്തെ ഒരു ജെൻസീൻ്റെ ഒരു പൾസ് അറിയാൻ പറ്റി. അവരെ കൂടെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാൻ പറ്റി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ആ 3 മാസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോഷർ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ബീറ്റ് എഡ്യൂക്കേഷൻ ലിമിറ്റഡിൽ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഇപ്പം 1 മാസമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു സപ്പോർട്ടും എൻ്റെ മെൻറ്റേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ദെൻ ജേർണലിസമാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഇല്ല. സീരിയസ്ലി നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ് സ്കില്ലിൻ്റെ പ്രശ്നത്തിൽ മാത്രം ഒരുപാട് കുട്ടികൾ മാറി നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം മുതൽ തന്നെ സോഫ്റ്റ് സ്കില്ലിൽ നമുക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രാക്ഷൻ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ഇൻ്റർവ്യൂസ് ആയാലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കുട്ടികളെ അവർ പ്രാപ്തരാക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മിസ്സാവുന്നൊരു കാര്യമാണ് നമ്മളത് ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് വേണം. അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കാണ്ട് അല്ലെങ്കിൽ ആഡ്സ് റൺ ചെയ്തും ബാക്കി SEO റാങ്ക് ചെയ്തും ഒക്കെ നമ്മൾ പഠിക്കാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് SEOനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല CDA വരുന്നതിന് മുമ്പ്. എന്നിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചു. അപ്പോൾ അത് എനിക്ക് വളരെ ആ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു 2010 മുന്നേ പഠിച്ച ഒരാൾക്ക് ഒരു 2025 വന്നിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മൾ ഇനിയുള്ള പ്രൊഫഷണൽ ലൈഫിനും അത് അഡ്വാൻറ്റേജ് ആവും എന്നുള്ളൊരു തോന്നലുകൊണ്ട് തന്നെയാണ് ഈ 3 മാസം ഞാൻ സ്പെൻഡ് ചെയ്തത്.